ഉപദ്രവിക്കാൻ അതോ അന്റെ കാലത്താണ് ഇവിടെ വരെ ബ്ലൗസ് ഉണ്ടാവുള്ളൂ ഇത്രത്തോളം ഇതും ഇങ്ങനത്തെ ഒന്ന് കാണുമ്പോണ്ടല്ലോ മൈ ബ്ലഡ് ബോയ്സ്. ഒരു കുട്ടി അവിടെ നിന്നിട്ട് റേപ്പ് ജോക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ആൻഡ് അത് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ അവിടെ ഇരുന്ന് കൈയടിക്കാം. നമ്മൾ എന്ത് തരം സമൂഹത്തിലാണ് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം ഇന്ത്യയിൽ എവറി 17 minutes ഒരു വുമൺ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. റേപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം ബ്രൂട്ടൽ ആണ്, എത്രത്തോളം ട്രോമാറ്റിക് ആണെന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. അതിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് വിമൺ ആ റേപ്പിനെ ഇൻവൈറ്റ് ചെയ്യാണ് എന്നുള്ള രീതിയിലാണ് കുട്ടി അവിടെ അത് പെർഫോം ചെയ്യുക. അതായത് ഇനാക്ട് ചെയ്ത ഒരു മൂവി സീൻ എന്ന് പറയുമ്പോൾ പക്ഷെ ക്ലിയർലി അവൾ മെൻഷൻ ചെയ്തു അത് അവര്, അതായത് ആ സ്ത്രീകള് എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ട് ആ റേപ്പ് ഇൻവൈറ്റ് ചെയ്യാണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാനും ദി ഒഡാസിറ്റി ടു പോസ്റ്റ് ഓൺലൈൻ ഡീപ്ലി കൺസേണിങ്, വെരി ഡിസ്റ്റർബിങ് ആസ് വെൽ. അവരെ മൂവി സീനെ മെൻഷൻ ചെയ്തതാണെന്ന് പറയുന്നവരോട് ചായ കുടിക്കാൻ കയറിയവനാണെങ്കിൽ ഇത് കണ്ടിട്ട് പീഡിപ്പിച്ചു. വളരെ വിസിബിൾ ആണ്, വിക്ടിം ബ്ലെയിമിംഗ് ആണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് കണ്ട് കൈയടിക്കാൻ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഓൾറെഡി സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒരു റേപ്പ് നടന്നു കഴിഞ്ഞാൽ അവൾ എന്താ ഇട്ടത്, അവൾ എവിടാ പോയത് എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ഫൺ എന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഓരോന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അതിന് സപ്പോർട്ട്, ഐ മീൻ ഇത് റിയാക്ട് ചെയ്യുമെന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചപ്പോ അല്ലെങ്കിൽ അതിന്റെ കോമന്റ് ബോക്സ് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് കൺസേൺഡ് ആണ് ഈ കാര്യത്തിൽ. പക്ഷേ ഈ 38,000-ലധികം പേര്, aren't you guys ashamed?